ഏതെങ്കിലും ഒരു ജാതകത്തിൽ ഒരു ഗ്രഹം വക്രം വന്നാല് എന്ത് സംഭവിക്കും എന്ന് പലരും കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പല ആളുകളും ശനി വക്രം വന്നാല് കുഴപ്പമാവൂ എന്നൊക്കെ ചിന്തിക്കുന്ന സമയമാണിത്. അപ്പോ വക്രം പെറ്റ ഗ്രഹം എന്ത് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് മുമ്പായി ചില കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഹോരാശാസ്ത്രം പഠിക്കുമ്പോഴേ പലരും പഠിക്കുന്ന ഒരു പ്രമാണമാണ്. ആദ്യം തന്നെ പഠിക്കുന്ന ഏതാ? മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ എന്നുള്ള പ്രമാണം. ഈ വക്രം ഉള്ള ആളുകള്, അതായത് ബുധനൊക്കെ വക്രം പെറ്റു കഴിഞ്ഞു കഴിഞ്ഞാല് പലരും, ആർക്കെങ്കിലും നിങ്ങളുടെ ബുധൻ വക്രം ഉണ്ടെങ്കിൽ നോക്കിക്കോ, നല്ല സ്ഥാനത്ത് നിൽക്കണം കേട്ടോ. അസ്ഥാനത്തൊക്കെ പോയിട്ട് 6, 8, 12 നിൽക്കുന്ന ബുധനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സ്ഥാനങ്ങളിലൊക്കെ ബുധൻ വക്രം ആയാല് അവർ പഠിക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. റിവേഴ്സ് പഠിക്കാനായിട്ട് ആരംഭിക്കും. അതുപോലെ എല്ലാം കൂടി മൊത്തം മനസ്സിലാക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവും. പഠിക്കണ കാര്യത്തില് ഒരു കാര്യം പഠിച്ചാൽ അത് കംപ്ലീറ്റ് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാകും. ശനി വക്രം നിന്നാലോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർക്കുണ്ടാവും. റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കും. അത് മൊത്തം ഒരു വർക്കാണെങ്കിൽ മൊത്തം ചെയ്ത് കഴിയുന്ന സ്റ്റേജിൽ നിന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് റിവേഴ്സിൽ വന്നിട്ടായിരിക്കും അവര് ആ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ വ്യാഴം വക്രമായാലുള്ള ഒരു ഫലമുണ്ട്, ശുക്രൻ വക്രമായാലുള്ള ഒരു ഫലമുണ്ട്. ഏത് ഗ്രഹം വക്രമായാലും അത് ഏത് രാശിയിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നതിനനുസരിച്ച് ഫലം മാറുമെങ്കിലും വക്രത്തിനൊരു ഫലം ഹോരയിൽ പറയുന്നുണ്ടല്ലോ, അല്ലെ? ഏതാ? ഉദഗയനേ രവിശീതമയൂഖൗ വക്ര സമാഗമഗാ പരിശേഷ. ഉദഗയനേ രവിശീതമയൂഖൗ വക്ര സമാഗമഗാ പരിശേഷ. വിബുധകരാ യുധിച്ചോത്തര സംസ്ഥ ചേഷ്ടിത വീര്യയുതാ പരികൽപ്യ. ഇങ്ങനൊരു പാടല് പറയുന്നുണ്ടല്ലോ, അല്ലെ? സൂര്യൻ ചന്ദ്രൻ ഒഴിച്ചുള്ള ഗ്രഹങ്ങൾക്ക് വരുന്ന വക്രം പവർഫുൾ ആണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഹോരയിൽ. എന്ത് പവർഫുൾ, എങ്ങനെ പവർഫുൾ എന്നുള്ളത് നമ്മൾ അതിനെ തരം തിരിച്ച് കാണേണ്ടതുണ്ട്. ഇപ്പൊ ശനി വക്രം എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വക്രം പെറ്റ ഗ്രഹം വക്രമായ ഗ്രഹത്തെ നോക്കുമ്പോൾ ഇരട്ടി പവർ ആവും. വക്രമുള്ള ഗ്രഹം, ഇപ്പൊ ചാരവശാല് ഒരു ഗ്രഹം വക്രത്തിലിരിക്കുമ്പോൾ അത് മറ്റ് ഏതെങ്കിലും വക്രമുള്ള ഗ്രഹത്തെ നോക്കിയാൽ അത് പവർഫുൾ ആക്കും എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇത് വക്രമാണെങ്കിൽ ഇവിടെ ഇപ്പൊ ശുക്രൻ നിൽക്കണ്ടെന്ന് വിചാരിക്കാം. ഇത് വക്രമാണെങ്കിൽ ഇതിനെ 10 ത്രിദശ ത്രികോണ ചതുരസ്ര സപ്തമ അവലോകയന്തിം ചരണാഭിവൃത്തിത. കേട്ടല്ലേ? അപ്പൊ ശനിയുടെ ദൃഷ്ടി 7ലേക്കും 3ലേക്കും 10ലേക്കും ആണല്ലോ. ഇവിടെ ഏതെങ്കിലും ഗ്രഹം വക്രമായിട്ട് നിൽക്കണമെങ്കിൽ ആ വക്രമായ ഗ്രഹത്തെ ഏറ്റവും പവർഫുള്ള് ആക്കുന്ന ഒരു ദൃഷ്ടി ചെയ്യുന്ന സമയമാണത്. എന്തെങ്കിലും കാര്യം മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ശനിയുടെ ഈ റിട്രോഗ്രഷൻ സ്റ്റേജിൽ ആ മുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കും നിങ്ങൾക്ക്. അപ്പൊ ഇനി ആരുടെങ്കിലും ജാതകത്തില് വക്രം ഉണ്ടെങ്കിൽ ഹോരാശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, പഠിക്കേണ്ട ഒരു ശ്ലോകം പറയാം. ആദിത്യദാസതനയസ്തവാപ്തബോധ ആദിത്യദാസതനയസ്തവാപ്തബോധ കാപിഷ്ടല സവിതൃലബ്ധ വരപ്രസാദ ആവന്തികോ മുനിമതാനവലോക സമ്യക് ഹോരാം വരാഹമിഹിരോ രുചിരാം ചകാര എന്നുള്ള ശ്ലോകം. ആരാണ് ഹോരൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ വരാഹമിഹിരാചാര്യൻ. അദ്ദേഹം ആദിത്യദാസതനയസ്തവാപ്തബോധ
കാപിഷ്ടല സവിതൃലബ്ധ വരപ്രസാദ. സവിതാവായ സൂര്യനിൽ നിന്നും വരം സിദ്ധിച്ചവനാണ്. കാപിഷ്ടലനാണ്. ആദിത്യദാസന്റെ തനയനാണ്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനെ ഉപാസിച്ചിരുന്ന ഒരാളുടെ പുത്രനായ, അതുമല്ലെങ്കിൽ ആദിത്യദാസൻ എന്ന പേരുള്ള ഒരാളുടെ പുത്രനായ കാപിഷ്ടലനായ വരാഹമിഹിരാചാര്യൻ സവിത്രുപാസന ചെയ്ത്, അതായത് സൂര്യോപാസന. അപ്പൊ മൂർത്തിത്വേ പരികൽപ്പിത ശശപ്രദോ, ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള വർമാന പുനർജന്മന ആത്മേത്യാത്മവിദാം കൃതുശ്ചേതാം ഭർത്താമര ജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചനേകായതൗ ശ്രുതോ വാചന്ന സദാതുനൈകിരണസ്ത്രൈലോക്യദീപോ രവി എന്ന് പറയുന്നതിൽ പറഞ്ഞിട്ടുള്ള സൗര സൂക്ഷ്മോപാസന, ബ്രഹ്മനാടിയെ ഉണർത്തുന്ന ഉപാസനകളൊക്കെ ചെയ്ത് സിദ്ധി ആർജിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര്? നമ്മുടെ വരാഹമിഹിരാചാര്യൻ. അദ്ദേഹം ഹോര രചിക്കുമ്പോ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? ആവന്തികോ മുനി മതാനി അവലോക സമ്യക്. ആവന്തികത്തിലുള്ള മുനിമാരുടെ മതങ്ങളെ അവലോകനം ചെയ്തിട്ട്, മുനിമാരുടെ എല്ലാ മതങ്ങളെയും, മതം എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളെ, ഹോരയിലുള്ള അഭിപ്രായങ്ങൾ, അതുകൊണ്ടാണ് സത്യോക്തോ എന്നൊക്കെ പറയുന്നത് ചിലയിടങ്ങളിൽ. ഇപ്പൊ പറഞ്ഞില്ലേ, ജീവൗ ജീവബുധൗ സിതേന്ദു തനയ വിയർക്ക വിഫൗമാക്രമാത് എന്ന് പറയുന്ന ശ്ലോകത്തിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സത്യോക്തേ എന്നും പറഞ്ഞിട്ട് പറയുമ്പോ സത്യാചാര്യന്റെ, അതുപോലെ തന്നെ യവനാചാര്യന്റെ പറയുന്നുണ്ടല്ലോ. ഏതിലാ? പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ദ്രേക്കാണ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകേന പാദേന ചമേഷമധ്യ ദ്രേക്കാണ രൂപം യവനോപദിഷ്ടം. അങ്ങനെ യവന ആചാര്യന്റെയും സത്യാചാര്യന്റെയും ഒക്കെ അഭിപ്രായങ്ങളെയും അവരുടെ ഐഡിയകളെയും ഒക്കെ ശരിയായ വണ്ണം പഠിച്ചതിന് ശേഷമാണ് ഹോരാം വരാഹമിഹിരോ രുചിരാം ചകാര. വരാഹമിഹിരാചാര്യൻ ഹോരാശാസ്ത്രം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശ്ലോകങ്ങളിലൊന്നാണ് ആദിത്യദാസതനയസ്തദവാപ്തബോധ കാപിഷ്ടല സവിതൃലബ്ധ വരപ്രസാദ ആവന്തികോ മുനിമതാനവലോക സമ്യക് ഹോരാം വരാഹമിഹിരോ രുചിരാം ചകാര എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള വരാഹമിഹിരാചാര്യൻ വിക്രമാദിത്യന്റെ സദസ്സിലുള്ള നവരത്നങ്ങളിൽ ഒരാളായി മാറിയ അദ്ദേഹം വിക്രമാദിത്യന്റെ പുത്രനെ പന്നി കുത്തിക്കൊല്ലുമെന്ന് പ്രവചിച്ച സത്യമായ പ്രവചന ശക്തിയുള്ള അദ്ദേഹം രചിച്ചിട്ടുള്ള വരാഹഹോര പഠിക്കുന്ന സമയത്ത് ഈ ശ്ലോകം നിങ്ങൾ പഠിക്കുക. രാശി പ്രവേദോ ഗ്രഹയോനിഭേദോ